സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ നിലമ്പൂരിന് 41.5 കോടിയുടെ ടോക്കൺ തുക. പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 10 കോടി രൂപയുടെ നീക്കിവെപ്പ്. പുതിയ പദ്ധതികൾ ഇല്ലാതെ ബജറ്റ് നിരാശപ്പെടുത്തി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് ചെയ്ത യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്ന് ആരോപണവുമായി യുവാവിന്റെ കുടുംബം. സഹോദരൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പോത്തുകല്ല് പഞ്ചായത്തിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന വനം ഉദ്യോഗസ്ഥർക്കെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പോത്തുകല്ല് മുണ്ടേരി മലയോര ഹൈവേ റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. തൊട്ടടുത്ത ദിവസം PV അൻവർ MLA, വനം വകുപ്പ്, KRFB, കിഫ്ബി, പോത്തുകല്ല് പഞ്ചായത്ത് പ്രതിനിധികൾ, ULCC എന്നിവർ സംയുക്ത യോഗം ചേരും. KSRTC നിലമ്പൂർ ഡിപ്പോയ്ക്ക് പുതുതായി അനുവദിച്ച നിലമ്പൂർ കൂടല്ലൂർ പൊന്നാനി സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. നിലമ്പൂർ MLA PV അൻവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിപ്പോയിൽ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബജറ്റിൽ നിലമ്പൂരിന് 41.5 കോടിയുടെ ടോക്കൺ തുക. പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 10 കോടി രൂപയുടെയും നീക്കിവെപ്പ്. പുതിയ പദ്ധതികൾ ഇല്ലാതെ ബജറ്റ് നിരാശപ്പെടുത്തി. സംസ്ഥാന ബജറ്റിൽ നിലമ്പൂരിന് 41.5 കോടിയുടെ ടോക്കൺ തുക. പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 10 കോടി രൂപയുടെയും നീക്കിവെപ്പ്. പുതിയ പദ്ധതികളില്ലാതെ ബജറ്റ് നിരാശപ്പെടുത്തി. നിലമ്പൂർ മിനി സ്റ്റേഡിയം കോംപ്ലക്സിൽ സംരക്ഷണ ഭിത്തിയും ഗ്യാലറി നിർമ്മാണവും അനുബന്ധ പ്രവൃത്തികൾക്കുമായി 2.5 കോടിയും, അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം ഗവൺമെന്റ് LP സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടിയും, എടക്കര ബൈപ്പാസ് 2ാം ഘട്ട വികസനത്തിനായി 2 കോടിയും, പോത്തുകൽ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ലാബ്, ഫാർമസി ബ്ലോക്ക് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടിയും, നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ VHSൽ ഡൈനിങ് ഹാൾ, എൻട്രൻസ് ഗേറ്റ്, പാത്വേ, പ്ലേ ഗ്രൗണ്ട് നിർമ്മാണത്തിനായി 1.5 കോടിയും, എടക്കര ഗ്രാമപഞ്ചായത്തിലെ പാതിരിപ്പാടം ഗവൺമെന്റ് LP സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടിയും, വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മാമാങ്കര ഗവൺമെന്റ് LP സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടിയുമാണ് ബജറ്റിൽ നീക്കിവെച്ച തുക. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 41.5 കോടിയുടെ ടോക്കൺ തുക നീക്കിവെച്ചു. കലക്കൻ പുഴയ്ക്ക് കുറുകെ കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലം നിർമ്മാണത്തിനായി 6.5 കോടിയും, നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിനായി 5 കോടിയും, അമരമ്പലം ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണത്തിനായി 2 കോടിയും, വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി കോളനിയിലേക്ക് പുന്നപ്പുഴയ്ക്ക് കുറുകെ സബ്മേഴ്സിബിൾ ടൈപ്പ് പാലം നിർമ്മാണത്തിനായി 6 കോടിയും, പുന്നപ്പുഴയ്ക്ക് കുറുകെ മൂത്തയിടം മരത്തിൻകടവ് പാലം നിർമ്മാണത്തിനായി 12 കോടിയും, വീട്ടിക്കുത്ത് റോഡ് ജംഗ്ഷൻ തൃക്കൈക്കുത്ത് പാലം വരെ റോഡ് BM&PC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി 10 കോടിയുമാണ് ടോക്കൺ തുക നീക്കിവച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് ചെയ്ത് യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്ന ആരോപണവുമായി യുവാവിന്റെ കുടുംബം. സഹോദരൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കഴിഞ്ഞ 28-ന് പുലർച്ചെയാണ് നിലമ്പൂർ അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദുവിന്റെ മകൻ മുഹമ്മദ് ജാസിദ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങി മരിച്ചത്. സംഭവം നടന്ന 8 ദിവസമായിട്ടും നിലമ്പൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ അന്വേഷണം നടത്തുവാനോ സഹോദരൻ തന്റെ മരണത്തിന് കാരണക്കാരായ 4 പേരുടെ പേരുകൾ പറഞ്ഞിട്ട് ഇവരെ ചോദ്യം ചെയ്യുവാനോ മൊഴിയെടുക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല. ജാസിദിന്റെ ഫോൺ വാങ്ങി തെളിവുകൾ നശിപ്പിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ജാസിദിന്റെ സഹോദരൻ മെഹബൂബ് SP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. തന്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ 2 പോലീസുകാരെ മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താനെന്ന് മെഹബൂബ് പറഞ്ഞു. ഞാൻ എന്റെ അനിയന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എന്റെ ഉപ്പി എന്റെ ഏട്ടനും കൂടി ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അപ്പൊ അതുമായി ഞങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിൽ ഇപ്പൊ ഏകദേശം ഇന്നേക്ക് 8 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇതുമായി ഞങ്ങൾ 3 പ്രാവശ്യം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി. ഒരു പ്രാവശ്യം ഇപ്പൊ പുതിയ ചാർജ് എടുത്ത CI കാണാനും സ്റ്റേഷനിൽ പോയി.
പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും തക്കതായ ഒരു അന്വേഷണം, നല്ല രീതിയിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അവരെ വിളിപ്പിക്കാനോ ഞങ്ങളെ വിളിപ്പിച്ച് എന്തെങ്കിലും മൊഴിയെടുക്കാനോ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മേൽപ്പറഞ്ഞ പ്രതികളെ സ്റ്റേഷനിൽ ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ ഒളിപ്പിക്കാനോ ഒന്നും ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് മലപ്പുറം SP ഓഫീസിൽ പോയിട്ട് ഒരു പരാതി രേഖപ്പെടുത്തേണ്ടി വന്നു. അവിടെ അഡീഷണൽ SP മുഖാന്തരം ഞാനൊരു പരാതി രേഖപ്പെടുത്തി. ഇന്നലെ എനിക്ക് SP സാറ് നേരിട്ട് കാണേണ്ടി വന്നു. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് എനിക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂർ DSP ഓഫീസിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ട് ആ സാറേയും കൂടി കണ്ടിട്ട് വേണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എന്നാണ് എന്നോട് അവിടുന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൽ ഞങ്ങൾക്കുള്ള ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 പോലീസുകാരും കൂടി ഉൾപ്പെട്ടത് കൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ഈ അന്വേഷണത്തിൽ ഈ സ്റ്റേഷനിൽ ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കില്ല എന്നും അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. SP-യുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DYSP-ക്ക് പരാതി നൽകും. തന്റെ സഹോദരന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേർക്കുമെതിരെ നടപടിയുണ്ടാകും വരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. SP-ക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇല്ലെങ്കിൽ DGP-ക്ക് പരാതി നൽകും. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കുടുംബം പരാതി നൽകുമെന്നും ഹൈബൂബ് പറഞ്ഞു. ജാസിദ് ആത്മഹത്യാ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കാത്തതിനെതിരെ ഡിവിഷൻ കൗൺസിലർ നാജിയ ഷാനവാസും രംഗത്ത് വന്നു. യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട് മരിക്കുന്നതിന് മുൻപ് യുവാവ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തുവാൻ പോലീസ് തയ്യാറാകണമെന്നും കൗൺസിലർ പറഞ്ഞു. കഴിഞ്ഞ മാസം 28-ാം തീയതി എന്റെ വാർഡില് തൈക്കാടൻ അബ്ദുവിന്റെ മകനായിട്ടുള്ള ജാസിദ് മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും. അത് ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുവാനും അതിന് ആ കുടുംബത്തിന് നീതി ലഭിക്കുവാനും വേണ്ടിയിട്ട് കൗൺസിലർ എന്ന നിലയിൽ എല്ലാ കാര്യത്തിനും അതോടൊപ്പം നമ്മുടെ നിയമം കൂടെ ഉണ്ടാവണമെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണമെന്നുള്ളതാണ് കൗൺസിലർ എന്ന രീതിയിൽ എനിക്കുള്ള അഭിപ്രായം. വീഡിയോയിൽ പോലീസിന് നേരെയും ആക്ഷേപമുള്ള സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണത്തിന് ലോക്കൽ പോലീസിന് വേണ്ട നിർദ്ദേശം നൽകുവാൻ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നടപടി സ്വീകരിക്കണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു. പോത്തുകല്ല് പഞ്ചായത്തിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന വനം ഉദ്യോഗസ്ഥർക്കെതിരെ DYFI ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പാലുണ്ടയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് DYFI ജില്ലാ പ്രസിഡന്റ് P. ഷബീർ ഉദ്ഘാടനം ചെയ്തു. പോത്തുകല്ല് പഞ്ചായത്തിൽ ചാത്തമുണ്ട മുതൽ മുണ്ടേരി ഫാം ഗേറ്റ് വരെ മലയോര ഹൈവേ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. എന്നാൽ പോത്തുകല്ല് മുതൽ മുണ്ടേരി വരെ വനാതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നിർമ്മാണ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയാണ്. നിരവധി തവണ സ്ഥലം MLA PV അൻവർ, KRFB, കിഫ്ബി അധികൃതർ ചർച്ച നടത്തി സ്ഥലം വിട്ടു നൽകുവാൻ നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചതാണ്. എന്നാൽ വഴിക്കടവ് ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ വിലങ്ങുതടിയാവുകയാണ്. റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് വനം വകുപ്പ് അതിർത്തി പങ്കിടുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയുടെ പേരിലാണ് നിർദ്ദിഷ്ട മുണ്ടേരി മേപ്പാടി പ്രവൃത്തി ഉൾപ്പെടെ നീളുന്നത്. സ്ഥലം MP രാഹുൽ ഗാന്ധി വിഷയത്തിൽ നാളിതുവരെ ഒരിടപെടലും നടത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന മലയോര ഹൈവേക്ക് തുടക്കം മുതൽ കോൺഗ്രസും തദ്ദേശ UDF ഭരണസമിതികളും എതിരാണ്. നാടിനെ മുഖച്ഛായ മാറ്റുന്ന മലയോര ഹൈവേ മലയോര ജനതയുടെ ചിരകാല സ്വപ്നമാണ്. സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് JM ഷബീബ് അധ്യക്ഷനായി. എടക്കര ബ്ലോക്ക് സെക്രട്ടറി A. അനസ് സ്വാഗതവും K. ശശികുമാർ നന്ദിയും പറഞ്ഞു. CPIM ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം P. ഷഹീർ, പോത്തുകല്ല് ലോക്കൽ സെക്രട്ടറി PV രാജു, ബ്ലോക്ക് ട്രഷറർ PN ജിജിൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PK ഷഫീഖ് എന്നിവർ സംസാരിച്ചു. പോത്തുകല്ല് മുണ്ടേരി മലയോര ഹൈവേ റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. തൊട്ടടുത്ത ദിവസം PV അൻവർ MLA, വനം വകുപ്പ്, KRFB, കിഫ്ബി, പോത്തുകല്ല് പഞ്ചായത്ത് പ്രതിനിധികൾ, ULCC എന്നിവർ സംയുക്ത യോഗം ചേരും. വനാതിർത്തി പങ്കിടുന്ന പോത്തുകല്ല് പ്രദേശത്ത് നിലവിലുള്ള സ്ഥലത്തുടൻ റോഡ് നിർമ്മാണം ആരംഭിക്കും. ശേഷിക്കുന്ന വർക്ക് 3 മാസം കൊണ്ട് പൂർത്തീകരിക്കും. സർവേയറെ വെച്ച് മാർക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ മരം മുറിച്ചു മാറ്റും. KRFB ഉദ്യോഗസ്ഥൻ പ്രവൃത്തി ഉടൻ ആരംഭിക്കുന്നത് സംബന്ധിച്ച് നിലമ്പൂർ നോർത്ത് DFOയ്ക്ക് രേഖാമൂലം കത്ത് നൽകുവാനും തീരുമാനമായി. CPIM DYFI നേതാക്കൾ, മലയോര ഹൈവേ നിർമ്മാണ ചുമതലയുള്ള KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ സലീം, വനം വകുപ്പ് വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ബോബികുമാർ അധികൃതരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ചർച്ചയിൽ CPIM എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം P. ഷഹീർ, DYFI ജില്ലാ പ്രസിഡന്റ് P. ഷബീർ, ബ്ലോക്ക് സെക്രട്ടറി A. അനസ്, പ്രസിഡന്റ് JM ഷബീബ്, പോത്തുകല്ല് ലോക്കൽ സെക്രട്ടറി PV രാജു, K. ശശികുമാർ എന്നിവർ സംബന്ധിച്ചു.
KSRTC നിലമ്പൂർ ഡിപ്പോയ്ക്ക് പുതുതായി അനുവദിച്ച നിലമ്പൂർ ഗൂഡല്ലൂർ പൊന്നാനി സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. നിലമ്പൂർ MLA PV അൻവർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡിപ്പോയിൽ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിക്കുന്ന ഗൂഡല്ലൂർ പൊന്നാനി ബസിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. അതോടൊപ്പം നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് ബാംഗ്ലൂരിലേക്ക് നമ്മൾ പോകുന്ന ബസ് 9 മണിയും 10 മണിയും ആകുന്നത് കൊണ്ട് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നമുക്കറിയാം. രാത്രി യാത്രാ സഞ്ചാരത്തിനുള്ള വിലക്ക് അതിന് മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പാസ് ഇടക്കാലത്ത് കഷ്ടപ്പെട്ടു പോകുന്ന ആ പാസ് 9-ാം തീയതി തൊട്ട് ബാംഗ്ലൂർ ബസ്സിൽ ഇവിടെയുള്ള പൊതുവെ ആരംഭിക്കുകയാണ്. അതോടുകൂടി ഈ 2 വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. ബാംഗ്ലൂർ ബസ്സിന് ബന്ദിപ്പൂർ കാട് കടന്ന് പോകുന്നതിനുള്ള പാസ് തിരിച്ചു കിട്ടിയതായി MLA അറിയിച്ചു. പാസ് ഇല്ലാത്തത് കാരണം ബസ് വൈകി എത്തുന്നതിനാൽ 11 മണിക്ക് തുടങ്ങേണ്ട സർവീസ് പലപ്പോഴും വൈകി തുടങ്ങുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇനി ബസ് രാവിലെ 5:30 തിരിച്ച് നിലമ്പൂരിൽ എത്തും എന്നതിനാൽ സർവീസ് 11 മണിക്ക് തന്നെ തുടങ്ങാനാകുമെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് ഡിപ്പോയിൽ സ്ഥാപിച്ചത്. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ഗോപാലകൃഷ്ണൻ, മാത്യു ഗ്നാത്തോപ്പിൽ, പീറ്റർ, ഹരിദാസ്, DTO ജോഷി, സജിൽ ബാബു എന്നിവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജീവനീയം എന്ന പേരിൽ നടത്തുന്ന ജില്ലാ ക്ഷീര സംഗമത്തിന് എടക്കര ക്ഷീരസംഘം പരിസരത്ത് തുടക്കമായി. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വഴിക്കടവ് ക്ഷീരസംഘം പ്രസിഡന്റ് VK മാത്യു അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ അബീഷ് ജോയ് പതാക ഉയർത്തി. പരിപാടിയുടെ ഭാഗമായി ക്ഷീര കർഷകർക്കായി അൽ ഷിഫ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ക്ഷീരസംഘം, ക്ഷീരവികസന വകുപ്പ് ജീവനക്കാർക്കായി കായിക മത്സരങ്ങൾ എന്നിവ നടത്തി. വൈകിട്ട് നടന്ന വിളംബര ഘോഷയാത്ര എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി അധ്യക്ഷത വഹിച്ചു. എടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര എടക്കര ക്ഷീരസംഘം പരിസരത്ത് അവസാനിച്ചു. ക്ഷീരവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ്, ഗുണനിയന്ത്രണ ഓഫീസർ PP സുനൈന, ക്ഷീരവികസന ഓഫീസർ K നസീമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് ഇന്ന് നവധാര ക്ഷീര കർഷകർക്കും നവസംരംഭകർക്കുമുള്ള ശില്പശാല രാവിലെ 10-ന് എടക്കര സെലിബ്രേഷൻസ് ഓഡിറ്റോറിയത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെ ആദരിച്ചു. PV അൻവർ MLA അധ്യക്ഷത വഹിച്ചു. ചാലിയാർ പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടം കുന്നത്തുചാൽ സ്വദേശി ഭക്ഷണപണ്ടാരി ജനാർദ്ദനന്റെ മകൻ ചെമ്പ്രമൽ രതീഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ചാലിയാർ പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടം കുന്നത്തുചാൽ സ്വദേശി ഭക്ഷണപണ്ടാരി ജനാർദ്ദനന്റെ മകൻ ചെമ്പ്രമൽ രതീഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഇന്ന് 11:30 ചാലിയാർ മുക്കിൽ കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കുന്നതിനിടയിലാണ് ഇയാൾ അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭൂമിതരം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. തിരൂർ, പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനുകൾക്ക് കീഴിൽ ഭൂമി തരമാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്തുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെയധികം പ്രവാസികളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. കേരളത്തിലും പ്രവാസികളുടെ ഒരുപാട് എക്സ്റ്റേണൽ റെമിറ്റൻസ് വരുന്നുണ്ട്. അത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് മാറാത്തതിന് കാരണം ഭൂമിയിലും വലിയ വീട് വയ്ക്കുന്നതിന് വേണ്ടിയും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അത് ഭൂമിയിൽ ഒരുപാട് ഊഹക്കച്ചവടമുണ്ടായി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെജിസ്ലേഷനെ പറ്റി 2008 നിയമം വരുന്നത്. ഈ നിയമം വരുന്നതിന് മുമ്പിലുള്ള ആ സമയത്തുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1970-കളിൽ 8 ലക്ഷം ഹെക്ടറിലധികം കൃഷിയുണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു. 2000 ആയപ്പോഴത്തേക്ക് അത് 2 ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങി, വലിയൊരു കുറവാണ് വന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ നെൽകൃഷി കേരളത്തിൽ ഇല്ലാതാവും. മറ്റൊരു കാര്യം, നമുക്ക് വേണ്ട ഭക്ഷ്യധാന്യത്തിൻ്റെ
80% നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. അതേസമയം നമ്മുടെ രാജ്യം ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയാണ്. ലോകത്തിലൊരു സൂപ്പർ പവറാണ് ഇന്ത്യ. 2-3 ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ലോകത്തിൽ 1ാം സ്ഥാനത്താണ് നമ്മൾ. നമുക്കറിയാം, മിൽക്ക് പ്രൊഡക്ഷൻ, പൾസസ്, സ്പൈസസ്, ലോകത്ത് നമ്മൾ 1ാം സ്ഥാനത്താണ്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എവിടെയും ഏജന്റുമാരെ നിയോഗിച്ചിട്ടില്ല. ഓൺലൈൻ സംവിധാനത്തിൽ സുതാര്യമായാണ് തരംമാറ്റ അപേക്ഷകൾ പരിഗണിക്കുന്നത്. ആർക്കും ഓൺലൈനായി തങ്ങളുടെ അപേക്ഷയുടെ സ്ഥിതി പരിശോധിക്കാനാകും. അപേക്ഷയുടെ സീനിയോറിറ്റി പരിഗണിച്ച് മാത്രമാണ് തരംമാറ്റ ഉത്തരവ് നൽകിയിട്ടുള്ളതെന്നും കളക്ടർ പറഞ്ഞു. ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനുമായാണ് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. വീട് വെക്കുന്നതുൾപ്പെടെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഈ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നത്. എന്നാൽ ഇത് അത്ര വേഗത്തിൽ തീർപ്പാക്കാവുന്ന ഒന്നല്ല. വിവിധങ്ങളായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന കാരണത്താലാണ് ഭൂമി തരംമാറ്റത്തിന് പലപ്പോഴും കാലതാമസം നേരിടേണ്ടി വരുന്നതെന്നും കളക്ടർ പറഞ്ഞു. തിരൂർ റവന്യൂ ഡിവിഷന് കീഴിൽ ഭൂമി തരംമാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്ത് തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിലും, പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷന് കീഴിൽ അപേക്ഷ നൽകിയവർക്കായുള്ള അദാലത്ത് മലപ്പുറം ടൗൺ ഹാളിലുമാണ് സംഘടിപ്പിച്ചത്. തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, തിരൂർ തഹസിൽദാർ ഷീജ, LR വിഭാഗം തഹസിൽദാർ നൌഷാദ്, LR വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് സ്റ്റീഫൻ റൂബി തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ തഹസിൽദാർ PM മായ, ഏറനാട് തഹസിൽദാർ KS അഷ്റഫ്, RDO ഓഫീസ് സീനിയർ സൂപ്രണ്ട് SS ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. സ്കെയിൽ അപ്പ് ബിസിനസ് കോൺക്ലേവ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സഹകരണ ബാങ്കുകൾ അവർക്ക് വ്യവസായ പാർക്ക് കൊടുക്കാം, അവർക്ക് അലോട്ട് ചെയ്യാം, അവർക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫണ്ട് ഉണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം, അവർക്ക് ഇൻഡസ്ട്രി തുടങ്ങാം, സഹകരണ സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാം. മറ്റുള്ളവർക്ക് പെരിന്തൽമണ്ണ സഹകരണ ബാങ്കുകളുണ്ട്, അവരൊരു 10 ഏക്കർ വേണ്ട, ഞങ്ങൾ കുറച്ച് കുറയ്ക്കാൻ പ്രൈവറ്റ് നമ്മൾ 7 ഏക്കർ സഹകരണ ബാങ്കുകൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ലീസ് എടുത്താൽ മതി. ഒരു നീണ്ട കാലത്തേക്ക് നമ്മളൊരു ഇൻസെന്റീവ് അവർ കൊടുക്കും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കൊടുക്കും, നോട്ടിഫൈ ചെയ്യും, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് കൊടുക്കും. അപ്പൊ സഹകരണ പാർക്കുകൾ എല്ലാ ജില്ലയിലും സഹകരണ പാർക്കുകൾ ഇങ്ങനെയുള്ള രീതിയിലൂടെ കേരളത്തിലേക്ക് ഒരു വലിയ സംരംഭങ്ങൾ നമുക്ക് മെഡിക്കൽ ഡിവൈസ് മറ്റു മേഖല, പിന്നെ സ്റ്റാർട്ടപ്പ്, അതാണ് ഇവിടെ ചർച്ച ചെയ്ത പ്രധാനം. സ്റ്റാർട്ടപ്പ് ഇപ്പോ നമ്മുടെ ആദ്യത്തെ ഓപ്പൺ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവർ നമ്മുടെ അഭിമാനമാണ്. അവരെ ഞാൻ പ്രത്യേകം സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മലപ്പുറം 3-4 പരിപാടി കഴിഞ്ഞ്, തൃശ്ശൂർ പരിപാടി കഴിഞ്ഞ്, പിന്നെ പാലക്കാട് പോകുന്ന നേരം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ജെൻ റോബോട്ടിക്സ് അവരുടെ പുതിയ സംവിധാനം കല്ലിടാൻ പോവാണ് പാലക്കാട് വൈകിട്ട്. ഇന്ത്യയിലെ ബെസ്റ്റ് 3 AI ബേസ്ഡ് സ്റ്റാർട്ടപ്പിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ് ജെൻ റോബോട്ടിക്സ്. ഫിൻലാൻഡിലാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കാൻ എല്ലാവരും പോകുന്നത്. ഫിൻലാൻഡ് തിരഞ്ഞെടുത്ത ഏറ്റവും സ്റ്റാർട്ടപ്പ് മലപ്പുറത്താണ് ഇന്റർവെൽ. അതും ഇപ്പോ സ്റ്റാർട്ടപ്പ് നമ്മുടെ ചെറുപ്പക്കാർ നല്ല നല്ല ആശയങ്ങളുള്ളവരാണ്. അപ്പൊ അതിന് ഇവിടെ തന്നെ നമ്മുടെ ബെസ്റ്റ് പെർഫോമറായി ഇപ്പൊ കേരളത്തിന് സ്റ്റാർട്ടപ്പിൽ അംഗീകാരം കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ വ്യവസായ ഇൻഡെക്സിലും നമ്മൾ 28-ൽ നിന്ന് 15-ലേക്ക് ഉയർന്നു. നല്ല റാങ്കിങ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ വർഷം പുറത്തിറക്കിയിട്ടുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ 91,000 കോടി രൂപയാണ് കേരളത്തിൽ MSME സെക്ടറിൽ 18-19 മുതൽ 21-22 വരെ പുതിയ നിക്ഷേപം വന്നിട്ടുള്ളത്. 91,000 കോടി രൂപ നിക്ഷേപം വന്നു എന്ന് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ റിപ്പോർട്ട് വരികയാണ്. സ്വകാര്യ ക്യാമ്പസ് സഹകരണ വ്യവസായ പാർക്കുകൾ കൂടുതലായി ആരംഭിക്കും. 5 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ പാർക്കുകൾ അനുവദിക്കും. 7 ഏക്കർ ലഭ്യമാക്കിയാൽ സഹകരണ സംഘങ്ങൾക്കും, 10 ഏക്കർ ഉണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കും വ്യവസായ പാർക്കുകൾ ആരംഭിക്കാം. ഏകജാലക സംവിധാനവും അടിസ്ഥാന സൗകര്യവും സർക്കാർ ഒരുക്കി നൽകും. ചെറുകിട സംരംഭങ്ങളും നൂതന സംരംഭങ്ങളും കൂടുതൽ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2 വർഷത്തിനിടെ 2,17,000 സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചത്. ഇതിൽ 65,000 സ്ത്രീകളുടെ സംരംഭങ്ങളാണ്. കേരളം വ്യവസായ സൗഹൃദമാണെന്നതിന്റെ തെളിവാണിത്.
ആരോഗ്യ മേഖലയിലും IT മേഖലയിലും ലോകത്തിലെ മികച്ച സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. 20 വർഷത്തിനകം കേരളം വികസന രാജ്യങ്ങൾക്കൊപ്പം ഇടം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യപ്രഭാഷണം നടത്തി. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, KSIDC MDS ഹരികിഷോർ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുന്നീസ് താമരത്ത്, V ബാബുരാജ്, AK നാസർ, അഡ്വക്കേറ്റ് S അബ്ദുസലാം, ഡോക്ടർ P ഉണ്ണീൻ, ഫാറൂഖ് പച്ചേരി, KV ജോർജ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഡീന ജേക്കബ്, സതീഷ് പിള്ള, നദീം സഫ്രാൻ, അക്ഷയ്, ഡോക്ടർ ഷംസുദ്ദീൻ, VA ഹസൻ, മജീദ് വെട്ടത്തൂർ, നദീം റഹ്മാൻ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ഉപജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റിനോടനുബന്ധിച്ച് നിലമ്പൂരിൽ ദീപശിഖ യാത്രയും വിളംബര ജാഥയും സംഘടിപ്പിച്ചു. നിലമ്പൂർ PWD റെസ്റ്റ് ഹൌസ് പരിസരത്തു നിന്ന് ആരംഭിച്ച വിളംബര ജാഥ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ ദീപശിഖ നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഹെസ്ലിൻ ഉസ്മാന് കൈമാറി. നിലമ്പൂർ മുനിസിപ്പൽ സ്റ്റാൻഡിൽ സമാപിച്ച വിളംബര ജാഥ നഗരസഭാ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭാ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാത്തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ VPC M മനോജ് കുമാർ സ്വാഗതവും BRC ട്രെയിനർ ഷീജ MP നന്ദിയും പറഞ്ഞു. നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ, ശബരീശൻ, സ്വപ്ന ടീച്ചർ, റെനീഷ് കുപ്പായി, റഹ്മത്ത് ചുള്ളിയിൽ, അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ബാബു വഗേസ്, BRC ട്രെയിനർമാരായ JNA, രമ്യ TP, SMC ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എന്നിവർ സംസാരിച്ചു. മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, ഭിന്നശേഷി കുട്ടികൾ, രക്ഷിതാക്കൾ, BRC ജീവനക്കാർ എന്നിവർ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന വിളംബര യാത്രയിൽ പങ്കെടുത്തു. നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉപജില്ലാ തലത്തിൽ നടത്തുന്ന ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ വിജയത്തിനു വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു. ഉപജില്ലയിലെ 98 വിദ്യാലയങ്ങളിൽ നിന്നായി 101 പ്രതിഭകൾ കായികമേളയിൽ പങ്കെടുക്കും. ഫെബ്രുവരി 6-ാം തീയതി നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വച്ച് ട്രാക്ക് ഇനങ്ങളും 7-ാം തീയതി ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, വോളിബോൾ ഉൾപ്പെടെയുള്ള ഗെയിമുകളും നടക്കും. ഇൻക്ലൂസീവ് കായികോത്സവം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംഘാടക സമിതി യോഗം നിലമ്പൂർ AEO K പ്രേമാനന്ദ് ഉദ്ഘാടനം ചെയ്തു. ഇവരെ കൂടി നമ്മുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് സമൂഹത്തിൽ അവർക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത അവർക്കും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളിലും നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം മത്സരങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ BRC ട്രെയിനർ ഷീജ MP സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റൂബി മാത്യു നന്ദിയും പറഞ്ഞു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സബിത് ജോൺ പദ്ധതി വിശദീകരണം നടത്തി. SMC ചെയർമാൻ MK കടവത്ത്, PTA പ്രസിഡന്റ് പ്രഭ, HM ഇൻചാർജ് വാസു TP, അധ്യാപക സംഘടനാ പ്രതിനിധികളായ സാജൻ രാജ്, ജോജോ ജോർജ്, ഷാനവാസ് TH, അനിൽകുമാർ VA എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രക്ഷാകർതൃ പ്രതിനിധികളായ നസീർ CV, സുൽഫിക്കർ അലി എന്നിവരും നിലമ്പൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, CRC കോർഡിനേറ്റർമാർ, ട്രെയിനർമാർ, ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു. പ്രോഗ്രാമിന്റെ വിജയത്തിനായി രാഹുൽ ഗാന്ധി MP, PV അബ്ദുൽ വഹാബ് MP, PV അൻവർ MLA എന്നിവർ രക്ഷാധികാരികളായും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ചെയർമാനായും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ചാലിയാർ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് കേരളോത്സവത്തിൽ ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ വിജയികളായവരെ ആദരിച്ചു. അകമ്പാടം ബസ് സ്റ്റാൻഡിൽ നടന്ന ആദരിക്കൽ ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ യശസ് ഉയർത്തി വിജയിച്ചവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PT ഉസ്മാൻ, A ഷെരീഫ്, മിനി മോഹൻദാസ്, വിശ്വനാഥൻ, അബ്ദുൽ മജീദ്, ക്ലബ്ബ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഉവൈസ് പൂക്കോടൻ, സാനു, സുരേഷ് മണ്ണുപാടം തുടങ്ങിയവർ സംസാരിച്ചു. കേരളോത്സവത്തിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ആദരിക്കൽ ചടങ്ങും വൈകിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. മമ്പാട് പഞ്ചായത്ത് ആയുഷ് ഹോമിയോ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ശിലാസ്ഥാപനം വണ്ടൂർ MLA AP അനിൽകുമാർ നിർവഹിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ശ്രീനിവാസൻ അധ്യക്ഷനായി.
ചടങ്ങിൽ PK സ്റ്റാർ ഗ്രൂപ്പ് MD PK മുസ്തഫ മുഖ്യാതിഥിയായി. മമ്പാട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ഉമൈമത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT അഹമ്മദ്, മുൻ മമ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലപ്ര ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ കണ്ണിയൻ മുഹമ്മദ് അലി, ഗഫൂർ ഫൈസി, ഇല്ലിക്കൽ സിദി കോയ എന്നിവർ സംസാരിച്ചു. APHC നന്ദി പറഞ്ഞു. അരീക്കോട് ബ്ലോക്കിലെ FRW പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച എടവന്ന ശാന്തിനഗർ ടാങ്ക് റോഡിന്റെ ഉദ്ഘാടനം ഏർനാട് MLA PK ബഷീർ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ AP ജൌഹർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. TP റൌഫ്, E അബ്ദുസമദ്, സക്കീർ P, E അബ്ദുൽ ഹക്കീം, VP ലുഖ്മാൻ, വെള്ളാമ്പുറത്ത് വിജയൻ എന്നിവർ സംബന്ധിച്ചു. ഹിന്ദി അധ്യാപക് മഞ്ച് മലപ്പുറം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ സബ് ജില്ലാതല വിഗ്യാൻ സാഗർ ഗുബി പ്രയോഗിത മത്സരം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ നടന്നു. നിലമ്പൂർ BPC മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ T ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ബീന മാത്യു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് EP മുഹസിൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS ഷിനു, P സുമിത്ര, N ശാന്തി കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. K സുരേഷ് ബാബു, EM ശുഭ, A സരസ്വതി, സജിത T സദാനന്ദ്, റിജോയ് രാജു, KN വീണാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബ്രിഗേഡുകൾക്കുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഉമ്മർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രാജേഷ് ക്ലാസിന് നേതൃത്വം നൽകി. HM രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്രിഗേഡുകൾക്കുള്ള യൂണിഫോം വിതരണോദ്ഘാടനവും നടന്നു. മുസഫർ KP, റസിയ VP, വിമുക്തി കൺവീനർ ഷാമിൽ, നദ, ഷിജില, നന്ദന എന്നിവർ സംസാരിച്ചു. ചാലിയാർ പഞ്ചായത്ത് കുന്നത്തുചാൽ ഒഴുക്കൂർ ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ആശാരിക്കാവിലെ മഹോത്സവം ഭക്തിപൂർവം കൊണ്ടാടി. ക്ഷേത്ര ഭാരവാഹി വേണുഗോപാലസ്വാമി മഹോത്സവത്തിന് നേതൃത്വം നൽകി. രാവിലെ ഉഷപൂജ, 10 മണിക്ക് കുടവരവ്, വൈകുന്നേരം 4 മണിയോടെ മേളം, പൂക്കുട, താലം, പൂമ്പാറ്റ നൃത്തം എന്നിവയുടെ അകമ്പടിയോടെ മണ്ണുപാടം ജംഗ്ഷനിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, തുടർന്ന് ദീപാരാധന എന്നിവ നടന്നു. രാത്രി തായമ്പക, ധ്വനി നാടൻ കലാസംഘം ചുങ്കത്തറ അവതരിപ്പിച്ച കാളിധാരിക വധം എന്നിവയും നടന്നു. 12 മണിക്ക് നടന്ന ഗുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ മഹോത്സവം സമാപിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കൂറ്റമ്പാറയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റോസാഗർ ദിനം ആചരിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1-ാം വാർഡിൽ നിന്ന് റോസ് ഗാർഡ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണിയുടെ കൂടെ തന്നെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി എല്ലാ മാസവും ഇത്തരത്തിലുള്ള അവരുടെ കലാകായിക സാംസ്കാരിക രംഗങ്ങളൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ, അവരുടെ കലകളൊക്കെ ഒന്ന് പുറത്തെടുക്കുക എന്ന ലക്ഷ്യത്തിൽ അവർക്കൊരു മാനസിക ഉല്ലാസത്തിനും വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലാപരിപാടികൾ ദിനത്തിന്റെ മാറ്റുകൂട്ടി. 100 തൊഴിൽ ദിനം തികച്ചവരെ ആദരിച്ചു. തൊഴിലാളികൾക്ക് വാർഡ് അംഗം ഇല്ലിക്കൽ സമീന സ്നേഹസമ്മാനമായി വസ്ത്രങ്ങൾ കൈമാറി. വൈസ് പ്രസിഡന്റ് അനിത രാജു, സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട, ADS പ്രസിഡന്റ് സുധർമ്മ, NREGS ഓവർസിയർ രാകേഷ്, സെഷൻ ക്ലർക്ക് അജിത് മേറ്റുമാർ, തൊഴിലാളികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. മൃഗാശുപത്രിയിൽ നടന്ന മുട്ടക്കോഴി വിതരണം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുകയാണ്. നമുക്കറിയാം, വനിതാ ഘടക പദ്ധതിയിലൂടെയാണ് ഇത് കൊടുക്കുന്നത്. നേരത്തെ ഡോക്ടർ പറഞ്ഞു, കോഴിൻ്റെ വില 50 രൂപ, അതായത് ഒരു കോഴിക്കുഞ്ഞിന് 10 രൂപ വെച്ചിട്ടാണ് നമ്മളേക്ക് വാങ്ങുന്നത്. ബാക്കി നഗരസഭയുടെ പണമാണ് തരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ 10 റുപ്യേൻ്റെ കോഴിക്കുട്ടിക്ക് ആ 10 റുപ്യേൻ്റെ വില കാണരുത്. ഇതിന് വില ഉണ്ട്. ബാക്കി പൈസ എന്ത് ചെയ്യാണ്? അതായത് ഈ കോഴി ഇറക്കി തരുന്ന ആളുകൾക്ക് നഗരസഭയിൽ പൈസ കൊടുക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരുടെയും പൊതുപണം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ആ നിലക്ക് പരിപാലിക്കാൻ ആളുകൾ തയ്യാറാകണം. സാധാരണ നിലക്ക് എല്ലാവരും അപേക്ഷ എല്ലാത്തിനും എഴുതി കൊടുക്കും. അപേക്ഷൻ്റെ എഴുതി കൊടുക്കുക. പ്രത്യേകിച്ച് വെറുതെ കിട്ടുകയാണെങ്കിലും എല്ലാവരും വരിക്ക് കൊടുക്കും.
40 കൊടുത്ത് 41ാമത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ 41ാമത്തെ എന്ത് ചെയ്യും? ഒന്ന് തെറ്റും. ഇതാണ് നമ്മളെല്ലാവരും പൊതുപ്രശ്നം. 245 കുടുംബങ്ങൾക്കാണ് 5 മുട്ടക്കോഴികളെ വീതം നൽകുക. ഗുണഭോക്താവ് ഒരു കോഴിക്ക് 50 രൂപ വീതം നൽകണം. ബാക്കി തുക നഗരസഭാ ഫണ്ടിൽ നിന്നും നൽകും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UK ബിന്ദു, നഗരസഭാ കൗൺസിലർമാരായ VA കരീം, നാജിയ ഷാനവാസ്, റനീഷ് കുപ്പായി, കുഞ്ഞുട്ടിമാൻ, വെറ്റിനറി സർജൻ ഡോക്ടർ ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.